നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എസക്കുട്ടൻ്റെ ചൈൽഡ് നേഴ്സിനെ വിസിറ്റ് ചെയ്യാൻ പോണ ദിവസമാണ്. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി. അതായത് ഡേറ്റിൻ്റെ കാര്യത്തിൽ ക്ലാഷ് വന്നിട്ട് മിഡ് വൈഫിനെ നമ്മൾ മീറ്റ് ചെയ്യണം. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസം പൂർത്തിയാകുമ്പോൾ നമുക്കൊരു മിഡ് വൈഫിൻ്റെ വിസിറ്റും ഉണ്ട്. അതാണ് നമ്മുടെ ലാസ്റ്റ് പ്രഗ്നൻസി പീരീഡിലെ ഏറ്റവും അവസാനത്തെ വിസിറ്റാണത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ യൂറിൻ സാമ്പിളൊക്കെ ചെക്ക് ചെയ്യും, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചെക്കപ്പാണ്. അപ്പോൾ ആ ഡേറ്റും കൊച്ചിൻ്റെ ഡേറ്റുമായിട്ട് ക്ലാഷ് ആയിട്ട് രണ്ടും കൂടെ ഇന്നായിട്ടുണ്ട്. അപ്പം ഇന്നെന്ന് പറയുമ്പോഴേക്കും 10 മണിക്ക് മിഡ് വൈഫിൻ്റെയും പിന്നെ 1 മണിക്കാണ് എസക്കുട്ടൻ്റെയും. രണ്ടും സെയിം ബിൽഡിങ്ങിൽ തന്നെ, പക്ഷേ എന്നാലും നമ്മൾ വീട്ടിൽ പോയിട്ട് വരേണ്ട വരും. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു Q&A ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയില്ല. എന്താണെന്ന് സംഭവം എന്നറിയാം. നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫില്ലിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനും. അതായത് നമ്മൾ നാട് വിട്ട് വന്ന് നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പം ഇവരുടെ ഭാഷയിൽ നമ്മൾ പഠിക്കുന്നു, ഇവരുടെ ഭാഷയിൽ നമ്മൾ ജോലി ചെയ്യുന്നു, മക്കളാണെങ്കിലും ഇവിടുത്തെ സ്കൂളിൽ പോകുന്നു. അപ്പം അങ്ങനെ വിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് കൗതുകം ഉണ്ടാകും, കുറേ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അങ്ങനെയൊക്കെ. അപ്പം അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒരു മയത്തിൽ ചോദിച്ചാൽ നമ്മളെ കൊണ്ടാവുന്ന പോലെ മറുപടി പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളൊരു അടുത്ത വീഡിയോ അതായിട്ട് ചെയ്യാം. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം സ്ത്രീകൾക്ക് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന് മുമ്പൊന്നും ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല, പറഞ്ഞു പോലും കേട്ടിട്ടില്ല. ഈ പ്രാവശ്യം എങ്ങനെയുണ്ടായിരുന്നു? ചുക്കുന് വന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇച്ചാൻ അനുഭവിച്ചിട്ടില്ലെന്നോ? ഞാനല്ല, ചിക്കുന് വന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് പുരുഷന്മാർക്കും എന്റെ ആ ഒരു ഇതൊക്കെ ഇച്ചാന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് എനിക്കും ഉണ്ട് ഈ സംഭവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണുങ്ങൾക്കും ഉണ്ട് ഈ സംഭവം. സമ്മതിച്ചു. ഞാൻ ചെയ്യട്ടെ, അതല്ല ഞങ്ങളുടെ ആരും ചോദിക്കാനും പറയാൻ ഇവിടെ ആൾക്കാരില്ല. ഇവിടെ സ്ത്രീകളുടെ മാത്രം ചോദിക്കാനും പറയാൻ ഇവിടെ ആൾക്കാരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു വലിയ വേർഡാണ്. ഭയങ്കര നല്ല എന്താ പറയുക, വെറുതെ തമാശയ്ക്ക് പോലും പറയേണ്ട ഒരു വാക്കല്ല അത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതിന് മുന്നും ഉണ്ടായ ഡെലിവറീസിൻ്റെ സമയത്താണെങ്കിലും അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം എനിക്ക് ഇപ്രാവശ്യം ഭയങ്കരമായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇമോഷണലി ഭയങ്കരമായിട്ട് അപ്സ് ആൻഡ് ഔട്ട്സ് ഇപ്രാവശ്യം ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ, എങ്ങനെ? അതായത് മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. പക്ഷേ ആ സ്ട്രെസ്സൊക്കെ പുറത്ത് കാണിക്കാതെ ഹൈഡ് ചെയ്യണേൻ്റെ, അതൊക്കെ എന്തിനാ അങ്ങനെ ചെയ്യണേന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ, കാരണം ഇപ്പോൾ ഒത്തിരി ലൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പം കുറച്ചുകൂടി ഒരു ഹ്യൂമർ സെൻസ് ഒക്കെ ആ പറയണതൊക്കെ അതേപടി ഉൾക്കൊള്ളാനൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ ആ ഒരു ആങ്കർ ഇഷ്യൂസും പിന്നെ ഒരു ടെൻഷനും വിഷമവും, മിണ്ടുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞ് കുടുകുടൂന്ന് കണ്ണീര് വരുന്നു, ആ അവസ്ഥയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ തിരിച്ച് പറഞ്ഞ് നിൽക്കാനും, പിന്നെ അതുപോലെ തന്നെ ഈവൻ പിള്ളേരുടെ അടുത്താണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾക്കും എല്ലാത്തിലും ഇടപെടാനൊക്കെ ഇപ്പോൾ കഴിയുന്നുണ്ട് അല്ലേ? അതായത് ആദ്യത്തെ ഒരു 18 ദിവസം 20 ദിവസമായിരുന്നു ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കഴിഞ്ഞതിന് ശേഷം ചിക്കു വരുന്നു, കൂടെ സമയം പിള്ളേർ സ്കൂളിൽ പോകുന്നു, ചിക്കു തന്നെയായിരിക്കും ഉണ്ടായിരുന്നത്. അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ കാരണം. അങ്ങനെയാണോ? എനിക്ക് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന അമ്മമാർ അവരെ ഹസ്ബൻഡിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും ഷെയർ ചെയ്തിരിക്കുമ്പോൾ തന്നെ പകുതി ലൈറ്റാവും. അപ്പം എനിക്ക് ആ ഒരു ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലായി പോയായിരുന്നു. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ആ ഒരു പെയിൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ എവിടെ വേദന വന്നാലും നമ്മുടെ മുഴുവൻ ലൈഫിനെ, ബോഡീനെ അത് ബാധിക്കുന്ന പോലെയാണല്ലോ. നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു കാര്യം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പെയിൻ ഉള്ളത്, പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പക്ക പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഡെയിലി റൂട്ടീൻ നമ്മൾ ചെയ്യണമല്ലോ. നമുക്ക് ചെയ്തു തരാൻ വേറെ ആരും ഇല്ല, നമ്മൾ തന്നെ വേണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളും, എത്താൻ പറ്റാണ്ട് വരുമ്പോഴുള്ള ഒരു ഫ്രസ്ട്രേഷനും, അങ്ങനെ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ക്രൈസിസ്, എനിക്കറിയില്ല, ഒരു വിസ്ഫോടന കാലമായിരുന്നു എൻ്റെ ആ ഒരു ആദ്യത്തെ ഒരു. അതായത് 30 ദിവസം ടേക്ക് കെയർ ചെയ്തു. പക്ഷെ നമ്മൾ കെയർ കൊടുക്കുന്നത് പോലെ അല്ലല്ലോ. ഇവിടെ എപ്പോഴും ആളുണ്ടാവണം, ചിക്കുവിൻ്റെ സമയത്ത് കാര്യങ്ങൾ നടത്തുന്നു, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ അതല്ല, പക്ഷേ ഇടയ്ക്ക്, അതായത് ഒരു 3 മണിക്കൂർ ടൈം ആയിരിക്കും ഒറ്റയ്ക്ക് വരുന്ന സമയം. ആ സമയം ഭയങ്കര 3 മണിക്കൂർ ടൈം അല്ല നമ്മുടെ, അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന അമ്മമാർക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അവരുടെ കൂട്ടത്തിൽ ആളെപ്പോഴും വേണം എന്നുള്ളത്. അപ്പം അത് മാറ്ററല്ല, എന്തായാലും ആ പീരീഡ് നമ്മളിപ്പോൾ ഓവർകം ചെയ്തു. കാരണം റിയാലിറ്റിയെ നമ്മൾ ഫേസ് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പോൾ 2 മാസം പൂർത്തിയായി, കാര്യങ്ങളെല്ലാം നല്ല മൈൽഡായിട്ട് വരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ പുറത്തിറങ്ങാനും പോകാനും പയ്യെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. പെയിൻ്റെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്നൊക്കെ പറയാമല്ലോ, ആ സംഭവമൊക്കെ ഒരു ഇച്ചിരി കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും സ്വാഭാവികമായിട്ട് മാറിക്കോളും അല്ലേ?
അപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് തന്നെയാണോ അതൊന്നും എനിക്കറിയത്തില്ല. അല്ല ഇതൊന്നും അല്ല കേട്ടോ, ഓരോരുത്തരൊക്കെ പറഞ്ഞു കേട്ടേക്കുന്നു, വീഡിയോ കണ്ടേക്കുന്നതൊക്കെ ഭയങ്കര തരം. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെയൊക്കെ അതായത് കുഞ്ഞിനോട് ദേഷ്യം വരും, കുഞ്ഞിന് പാല് കൊടുക്കാൻ നേരത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡിപ്രഷൻ കൂടുമ്പം. അങ്ങനെ വരെ വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ആശ്വാസം, അവൻ പാല് കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഓഫ് കോഴ്സ് നമുക്ക് പെയിനൊക്കെ ഇരിക്കും, കൊച്ചു കുടിക്കാൻ നമുക്കത് ആശ്വാസം തന്നെയാണ്, റിലീഫാണ്. പിന്നെ അവൻ്റെ മുഖം കാണുമ്പോൾ സന്തോഷമാണ്. പിള്ളേർ വന്ന് അവനോട് സ്നേഹത്തോടെ ഇത് ചെയ്യണ കാണുമ്പം, ഇവൻ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ കരയാണ്ടൊക്കെ കാമായിട്ടിരിക്കണ കാണുമ്പം, അങ്ങനെ ഇവർ 4 പേരുമുള്ള ഒരു സിങ്ക് ആയത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര റിലീഫായിരുന്നു. പിന്നെ പിള്ളേരെ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്കൊന്നും ചെയ്തു തരുമൊന്നും വേണ്ട, ഇങ്ങനെ മിണ്ടാനും പറയാനും ആളാരെങ്കിലും കൂടത്തി വേണം. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊന്നും അല്ല സംഭവം. പലരുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, അവരനുഭവിച്ചേക്കുന്ന മാനസിക സംഘർഷം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലുതാണ്. ഇതൊന്നും അതാ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ ഡിപ്രഷൻ എന്നുള്ള വാക്കൊന്നും യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഇമോഷണലി ആ ഒരു നോർമൽ ഇതിലോട്ട് വരാനായിട്ട് എനിക്ക് കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അന്ന് നാട്ടിൽ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ജൂൺ ഫസ്റ്റ് വീക്ക് നാട്ടിൽ പോകാം. ഫസ്റ്റ് വീക്കിൽ തന്നെ ആഗ്രഹിച്ചിരിക്കുന്നു. പിള്ളേർക്കൊക്കെ വെക്കേഷൻ തുടങ്ങുന്നതും എനിക്ക് വെക്കേഷൻ തുടങ്ങുന്നതും ചിക്കു ഓൾറെഡി വെക്കേഷനിലാണ്. അപ്പം ഞങ്ങൾ ജൂൺ ഫസ്റ്റ് വീക്കിലേക്ക് പോകാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഫസ്റ്റ് വീക്കിൽ തന്നെ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് തന്നെ എസക്കുട്ടൻ്റെ ബാപ്റ്റിസം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് എടുത്തായിരുന്നു. അതായത് നമ്മളെല്ലാവരും പ്രയർ ചെയ്യുന്ന സമയത്ത് അത് ചുക്ക് പറഞ്ഞു അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളെല്ലാ ദിവസവും കുരിശ് വരച്ചിട്ടാണ് നമ്മൾ കിടക്കാറ്. മക്കളെയും കൂട്ടി വൈകിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുരിശ് വരച്ച്, അതായത് ആ ഒരു നമ്മുടെ അന്നത്തെ ദിവസത്തിന് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു കാമായിട്ട് പീസ്ഫുള്ളായിട്ടുള്ളൊരു അത് ശരിക്കും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അത് മതം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിള്ളേരെ മതത്തിലങ്ങ് തീവ്രമായി വിശ്വസിപ്പിക്കുക, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോടു കൂടിയല്ല നമ്മൾ കുരിശ് വര. നമ്മൾ കുരിശ് വര എന്ന് പറയുന്നത് ദൈവത്തോടുള്ളൊരു സ്നേഹം, നമുക്ക് കിട്ടിയ നന്മകൾക്ക്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുക, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വിശ്വാസം പിള്ളേരിലോട്ട് അവർ കൂടെ പകർന്നു കൊടുക്കുന്നു. അവർ കൂടെ അറിയണം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം ഒരു വ്യക്തി ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുന്നത് എന്ത് കാര്യത്തിന് ഉള്ളതാണെങ്കിലും അതിൻ്റെ ഒരു ഫുള്ളി നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്യൂരിറ്റി കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്കൊരു കണക്ഷൻ വേണം. ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കാര്യത്തിൽ നമുക്ക് കാരണന്മാരായിട്ട് പകർന്നു കിട്ടിയേക്കുന്ന ദൈവസ്നേഹം എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവ് എനർജി. അപ്പം അതെല്ലാ ദിവസവും നമ്മൾ നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച്, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ദൈവത്തിന് നന്ദി പറയുന്നു, കുരിശുവരെ കഴിഞ്ഞ് പീസ്ഫുള്ളായിട്ട് ഉറങ്ങാൻ പോകുന്നു. ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു കൾച്ചറാണത്. അപ്പം എല്ലാ ദിവസവും കുരിശുവരയുണ്ട്. ആ കുരിശുവരയുടെ സമയത്ത് എന്താണ്, അന്നത്തെ ദിവസം അവൻ വെറുതെ കിടന്ന് വഴക്കൂടിക്കൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊച്ച്. അപ്പോൾ അവന് പാല് കൊടുത്തതാണ്, അവൻ്റെ ഡയപ്പർ മാറ്റുകയാണ്, എല്ലാം അവനെ കാമായിട്ടാണ് അവൻ്റെ ഇതിൽ കിടത്തിയേക്കുന്നത്. പക്ഷേ കുരിശ് വരയ്ക്കുമ്പോൾ അവൻ ബഹളം കൂട്ടുക. അപ്പോൾ അവനെ എടുത്ത് കയ്യിൽ പിടിച്ച് കുരിശ് വരച്ച് കഴിഞ്ഞപ്പം അന്നേരം അവൻ ബഹളം കൂട്ടുന്നുണ്ട്. പക്ഷേ കുരിശുവര അവൻ്റെ മുഖത്ത് നോക്കിയ കുരിശ് വരയ്ക്കുമ്പം അവന് ഭയങ്കര ഇൻട്രസ്റ്റ്. അവൻ കൂടത്തി കുരിശ് വരയ്ക്കുകയാണോ, ഞങ്ങളോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ. അതായത് ആ ഒരു മൊമെൻറ്റ് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ പലതും എടുത്തെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാറില്ല, പക്ഷെ അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ അതിനകത്തൊരു പോസിറ്റീവ് ഫീൽ തോന്നി. ഇതുപോലെ പല വീഡിയോസ് ഇവരിങ്ങനെ അവരെ കൊഞ്ചിക്കുന്നതൊക്കെ എടുക്കാറുണ്ട്, പക്ഷെ നമ്മളൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നടന്നൊരു ഒരു കാര്യം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ഭയങ്കര നല്ലതായിട്ട് തോന്നിയുണ്ട്, ഒരു ക്യൂട്ടായിട്ട് തോന്നിയുകൊണ്ട് നമ്മളത് എടുത്തു. അതൊരിക്കലും മതം സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ വിശ്വാസം മറ്റുള്ളവരെ നമ്മളിങ്ങനെയൊക്കെയാണെന്നുള്ള നാട്ടുകാരെ കാണിക്കാനും അല്ല, പക്ഷെ അതൊരു ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ നമ്മളത് ഇട്ടുന്നു. നമ്മുടെ ലൈഫിലൊരു മൊമെന്റ് നമ്മൾ ഷെയർ ചെയ്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ പല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവരെ കേട്ടിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ മക്കൾ വലുതായി കഴിഞ്ഞ് ഇതെല്ലാം അവർ കേൾക്കണമെന്നോ അല്ല ഇവരെല്ലാം അനുസരിക്കണമെന്നോ ഇല്ല. പക്ഷെ നമുക്ക് കിട്ടിയ എവിടുന്ന് കിട്ടിയ കാരണവന്മാരിൽ നിന്ന് കിട്ടിയേക്കുന്നതും നമ്മൾ പള്ളികളിൽ നിന്നും പഠിച്ചതും അവിടെ നിന്ന് കിട്ടിയതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസങ്ങൾ ചെറിയ പ്രായത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ വളരുന്നതനുസരിച്ച്, മക്കൾ വളർന്നു വരുന്നതനുസരിച്ച് അവർ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പം അവർക്ക് താങ്ങാൻ കഴിയാത്ത പോലത്തെ എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ആരും അറിയാതെ അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് ആശ്രയിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു സ്ട്രെങ്ത് കിട്ടാൻ എല്ലാവരിലും അതൊരു ആവശ്യമാണ്. അതിപ്പോൾ ഒരു മനുഷ്യനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നമ്മുടെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു എനർജി, അങ്ങനെ ദൈവവിശ്വാസമാണ് നമ്മുടെ എനർജി. അത് മക്കളിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്കത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അല്ലേ അവരുടെ ലൈഫിൽ അതൊരു ക്വാളിറ്റി ഉണ്ടാക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിപ്പോൾ എല്ലാ മതത്തിലുള്ളവരായാലും അവരുടെ സ്വന്തം പ്രാർത്ഥന, അതിപ്പം
ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏത് ജാതി മതം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ പ്രാർത്ഥന അവരുടെ സ്വന്തം മദർ ടങ്കിൽ ചെല്ലുമ്പം പറ്റുന്ന ഒരു ഫീൽ എന്ന് പറയുമ്പം നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ഫീല് പ്രത്യേക ഫീലാണ്. അത് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നല്ലൊരു പ്രാക്ടീസ് ആയിട്ടാട്ടോ നമ്മളത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇവിടുത്തെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഇവർ മലയാളത്തിൽ തന്നെയാണ് നമ്മൾ ചെല്ലുന്നത്. അതുകൊണ്ട് ഇവർ പഠിച്ചു. ഇല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ഇവർ ഫിനിഷ് കാറ്റിസമാണ് പഠിക്കുന്നത്. ഫിനിഷിലാണ് സാധാരണ രീതിയിൽ പഠിച്ചു വരുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും. ഒരു 100 കൂട്ടം കാര്യങ്ങൾ പലയിടങ്ങളിലൂടെ പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മളെല്ലാവരും വന്നു കയറുന്നത് നമ്മുടെ വീട്ടിൽ. നമ്മുടെ വീടെന്ന് പറയുമ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്ത് വൈകിട്ടൊക്കെ അല്ലേ ഫുഡൊക്കെ കഴിച്ച് പരസ്പരം എല്ലാം ഷെയർ ചെയ്ത് കിടന്നുറങ്ങാൻ പോകുന്നത് എല്ലാവരും അവരവരുടെ വീടുകളിലാണല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത് ഈ കുരിശുവരയുടെ മൊമെൻറ്റ്. കുരിശുവര നമ്മൾ എപ്പോഴും ഏറ്റവും ലാസ്റ്റാണ് ആക്കുന്നത്. ആ ലാസ്റ്റ് കുരിശുവരയുടെ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. പ്രെയർ ചെല്ലുന്നു, അത് ഏറ്റു ചെല്ലുന്നു, കാമായിട്ട് എല്ലാവരും ഇരിക്കുന്നു. ഒരു ഈവൻ യോഗയിലുള്ള ചില ഇതുണ്ടല്ലോ പോസ്റ്ററുകളും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു മൊമെൻറ്റ്, അത് നമ്മൾ നമ്മുടെ ദൈവവിശ്വാസം നമ്മുടെ കുരിശുവരയിൽ അത് വരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ സ്ഥിരം ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു പ്രാർത്ഥന നമ്മൾ ചെറുതായിട്ടെങ്കിലും, എല്ലാ ദിവസവും ഫുൾ കൊന്തോ നമുക്ക് ചെല്ലാൻ പറ്റിയെന്ന് വരത്തില്ല, ചെറുതായിട്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ മടി പിടിച്ചപ്പോൾ ഇവർ നമ്മൾ ചോദിക്കും നമുക്ക് കുരിശ് വരച്ചിട്ട് കിടക്കാമെന്ന് പിള്ളേർ പറയാം. അതൊരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെയുണ്ടല്ലോ അതൊരു ഫീലാണ്. ഒരു കാമായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും കുറ്റകൃത്യങ്ങളും അതുപോലെ ചെറിയ പിള്ളേരൊക്കെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പോൾ നാട്ടിലത്തെ ആണെങ്കിൽ പോലും ഇവിടെയാണ് ഫിൻലൻഡിൽ തന്നെയാണെങ്കിൽ തന്നെ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. അപ്പം നമ്മളിതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകുമത്തൊരു ആശ്വാസം, നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് മോറൽ സപ്പോർട്ടുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത് അവരിലേക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അവരങ്ങനെ ആയി തീരത്തില്ല എന്നൊരു വിശ്വാസമാണ്. അതിന് പലരും അതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട് മതം ഇപ്പോഴേ ഇഞ്ചെക്ട് ചെയ്യാന്നുള്ളത്. നമ്മൾക്ക് ഒരു നിർബന്ധമില്ല ഇവരൊരു മതം സ്വീകരിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിൽ ഇവർ വളർന്നു വരിക എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. നന്മ ഏതാ തിന്മ ഏതാന്ന് തിരിച്ചറിയുക, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ജാതിയോ മതമോ ഒന്നും വെച്ചിട്ടൊന്നുമല്ല നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതും. അതുപോലെ തന്നെ മകളോട് വർത്താനം പറയുന്നത് നമ്മളെല്ലാവരും ജാതി മതം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, നല്ല മനുഷ്യര്, സ്നേഹമുള്ള മനുഷ്യര് പരസ്പരം ബഹുമാനിക്കും അല്ലേ. ഇങ്ങോട്ട് നമുക്കറിയാം ഒരാളെ കണ്ട് സംസാരിക്കുമ്പോൾ അറിയാം നമുക്ക് അവരോട് കൂടണമെന്നോ അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് നമുക്ക് തോന്നും. നമ്മൾ എല്ലാവരോടും ഒരേപോലെയാണ്, ഒരു കുഴപ്പമില്ല. അതിൽ ജാതി മതം ഒന്നും നോക്കി നമ്മൾ അങ്ങനെ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരല്ല, ഇമ്പോർട്ടൻ്റ് സംഭവമല്ല കാര്യമല്ല നമ്മുടെ ലൈഫിൽ. പക്ഷേ ദൈവസ്നേഹം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവഭയം കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മാത്രം. അതിപ്പോൾ നാളെ എങ്ങനെ നമ്മളിതെല്ലാം പറഞ്ഞു കൊടുത്താൽ നാളെ നമ്മുടെ മക്കൾ എങ്ങനെയാവണമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഓർക്കുന്നുണ്ട്, അതായത് പണ്ടൊക്കെ നമ്മൾ ചെറിയ പിള്ളേരായിരിക്കുന്ന സമയത്ത് കാരണവന്മാരൊക്കെ കുരിശ് വരയ്ക്കുമ്പോൾ കുരിശ് വരക്കട എന്ന് പറയുമ്പോഴേക്കും ഉഴപ്പി അടക്കും. അന്നേരം ഒന്നും ഉണ്ടായില്ല. നമുക്ക് മക്കളായി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ഇങ്ങനെ എന്താ കേൾക്കാൻ കൊള്ളില്ലാത്ത വാർത്തകളും മനസ്സിനെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്കൊരു വിഷമം തോന്നുമല്ലോ. നാച്ചുറലി നമ്മൾ അതിലോട്ടായെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലെസ്സിങ്സും അനുഗ്രഹമൊക്കെ മക്കൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാതിരിക്കുമോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് തെറ്റാന്ന് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മളാണെങ്കിൽ ഇന്ന് നമ്മുടെ എസക്കോട്ടിനുണ്ടായിട്ട് 2 മാസം പൂർത്തിയായ ദിവസം ഇവിടെ എല്ലാം മാസമാണ് പിള്ളേരുടെ ചൈൽഡ് വിസിറ്റ്. നമ്മൾ പോയി ചൈൽഡ് നേഴ്സിനെ കാണും, മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കും, ഗ്രോത്ത് ഒക്കെ കറക്റ്റായിട്ടാണോ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പം ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് കേട്ടോ, ഓരോ കമ്മ്യൂണിറ്റിയും അനുസരിച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ. അപ്പം നമ്മുടെ കിട്ടിയ ഡേറ്റ് ഇന്നായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് അതിന് വേണ്ടി പോയേക്കുമായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള സ്റ്റോറി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പല വീഡിയോയ്ക്ക് അടിയിലും കമൻറ്റ് ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കനോട് ചായൻ തന്നെയാണോ ഇല്ല ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ചോദിക്കണാണോ എന്ന് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. പക്ഷെ അല്ലാട്ടോ നമുക്കങ്ങനെ ഫേക്ക് ഐ ഡി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നെ അടുത്തറിയാവുന്ന എൻ്റെ റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും എൻ്റെ പഴയ ഹിസ്റ്ററി, പഴയ സ്റ്റോറിയൊക്കെ കുറച്ച് അത്ര നല്ലതല്ല. ഞാൻ പലപ്പോഴും അത് ഓർക്കുമ്പോൾ പണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിനിരിക്കാൻ പോയൊക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഒരു സംഭവമായിട്ടൊന്നും അല്ല കേട്ടോ നമ്മുടെ സ്റ്റോറി പറയുന്നത്. നമുക്ക് തന്നെ ചിലർക്ക് ചിലപ്പോൾ ഒരാളുടെ സ്റ്റോറി കേട്ട് കഴിയുമ്പം അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ചെറിയ ടൈം മുതലേ പണ്ട് നമ്മുടെ ബോച്ചെ ഒരു കാര്യം പറഞ്ഞല്ലോ, ചെറിയ പ്രായത്തിൽ കാർ ഓടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും അത് മറ്റു പലർക്കും ചിലപ്പോൾ തള്ളായിട്ടായിരിക്കും തോന്നി. എന്ന് പറഞ്ഞ പോലെ ഒരു പക്ഷേ എൻ്റെ ലൈഫ് സ്റ്റോറി മൊത്തം പറഞ്ഞു കഴിയുമ്പോഴേക്കും എൻ്റെ ചെറിയ വയസ്സ് മുതലേ, എനിക്കൊരു 4 വയസ്സ് മുതലുള്ളതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. പക്ഷേ ഹൈ റേഞ്ചിൽ ജീവിച്ചിട്ടുള്ളവർക്ക് അത് തള്ളാന്ന് പറയാൻ പറ്റില്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിതമല്ലേ.
ഞാനുണ്ടായി 2 വയസ്സ് 3 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഞാനും എൻ്റെ നേരെ ഇളയ ഒരാളുണ്ട് അവരോട് മാറി നമ്മുടെ തറവാട്ടിലേക്കൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഏതോ ഒരു ഷോർട്സിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൂയംകുട്ടി എന്ന് പറയുന്ന ഒരു വനത്തിനകത്ത് ഒരു 8 കിലോമീറ്റർ വനത്തിനകത്തോടെ നടന്ന് അവരവിടെയാണ് താമസിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ വെട്ടിപ്പിടിച്ചും കുറച്ചൊക്കെ വാങ്ങിച്ചും കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന കാലമാണ്. അപ്പോൾ എനിക്കൊക്കെ സ്കൂളിൽ പോകാനോ ഒന്നും കളരിയിൽ പോകാനുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ സ്കൂളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 8 കിലോമീറ്റർ ആനക്കാടിനകത്തോടെ നടന്നു വരണം അന്ന് പോസിബിൾ അല്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ തറവാട്ടിലാണ് നിൽക്കുന്നത്. തറവാടെന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് വലിയ ഫാമിലിയാണ്, ഞങ്ങളുടെ കുടുംബക്കാർ കുറച്ച് വലിയ ഫാമിലിയാണ്. അപ്പം അപ്പനനിമാർ, അപ്പൻ്റെ ഫാദർ, പിന്നെ മദർ, അങ്ങനെ കുറേ റിലേറ്റീവ്സൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളും അതുപോലെ തന്നെ കൃഷി, പിന്നെ അതുപോലെ തന്നെ കന്നുകാലികൾ, കണ്ടം, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പം എൻ്റെ ഒരു 4 വയസ്സ് സമയത്ത് ഞാൻ എല്ലാ പരിപാടികളും ചെയ്യണം. അതായത് ഞങ്ങളവിടെ ജീവിക്കുമ്പം സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. 4 വയസ്സാണെന്നുള്ളതൊന്നും മാറ്ററല്ല. അപ്പം എനിക്കത് മടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ലൈഫിൽ കിട്ടിയേക്കുന്ന പല കാര്യങ്ങളും ചിലർക്ക് അതൊരു വിഷമമായിട്ട് ഫീൽ ചെയ്യും, ചിലർക്ക് അത് വൈരാഗ്യമായിട്ട് ഫീൽ ചെയ്യും, ചിലർക്ക് അത് കോമ്പറ്റീഷനായിട്ട് ഫീൽ ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്കത് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ ഒരു തീയാണ്. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ കിടക്കുന്ന ചില വേദനകളൊക്കെ നമുക്കെന്നും മറക്കാനും പറ്റത്തില്ല. എപ്പോഴും നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് കണ്ണിക്കൂടെയൊക്കെ വെള്ളം വരുന്നൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ 4 വയസ്സായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ അറിയാം, പശുവിനെ തീറ്റാൻ വേണ്ടി നമ്മൾ പോകുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ഒത്തിരി പാലുണ്ടാവും. അപ്പോൾ പാലുണ്ടായി കഴിയുമ്പോഴേക്കും നമ്മുടെ തൊട്ടടുത്തുള്ള റിലേറ്റീവ്സ്, അടുത്തെന്ന് പറയുമ്പോൾ മിനിമം 1.5 കിലോമീറ്ററൊക്കെ വൺ സൈഡ് നടന്നിട്ട് വേണം പാല് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്ലെയിൻ റോഡല്ല, പ്ലെയിൻ റോഡല്ല, അതായത് ഹൈ റേഞ്ചിലെ സ്ഥലങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ, കുന്നും മലയൊക്കെ കയറുന്ന പോലെ. അപ്പം 4 വയസ്സുള്ള ഞാൻ 1.5 കിലോമീറ്റർ നടന്ന് രാവിലെ സ്കൂളിൽ കളരിയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് 1 ലിറ്റർ പാലുണ്ടാവും അവരുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ പാല് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി ഞാൻ പോകും. എന്നാൽ അവരുടെ വീട്ടിലും മക്കളൊക്കെ ഉണ്ട്. പക്ഷേ അവരും എൻ്റെ സെയിം ഏജ് ഉള്ളവരും എന്നേക്കാളും പ്രായമുള്ളവരൊക്കെ. പക്ഷേ എങ്കിലും നമ്മളത് കൊണ്ടുപോയി കൊടുക്കാൻ പോകണം. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ പരിപാടികളും രാവിലെ ഒരു 6 മണിക്ക് മുമ്പായിട്ട് എണീറ്റ് വീട്ടിലും അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മിറ്റം അടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എൻ്റെ സിസ്റ്ററെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് പറയുന്നത് ഞങ്ങൾ തമ്മിൽ 1 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം കൊണ്ട് ചെയ്യുന്നതല്ല, അതൊക്കെ സന്തോഷം കൊണ്ട് ആ സമയത്ത് ചെയ്തു പോകും. അന്ന് സാധാരണ ഒരു കൊച്ചിനുണ്ടാകുന്ന ഒരു സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പറയുമ്പം ഞാൻ അത്ര മോശമുള്ള നല്ല കുരുത്തക്കേടുകാരനായിരുന്നേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും പരിധിയുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മളിത് പറയുന്ന ഒരിക്കലും മറ്റാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നും പറയുന്നതല്ല. ഇത് ജീവിതത്തിൽ അങ്ങനെ കിട്ടിയ ആ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് പിന്നീട് ഇങ്ങോട്ട് കടന്നു പോകുന്ന കാലങ്ങളിലേക്കൊക്കെ അത് പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് ഗുണം ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും അത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട സ്ട്രഗിൾ ചെയ്തതിന്റെ കാര്യം പറയുന്നത്. അതായത് ആ ചെറിയ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുത്തക്കേടുകൾ, അതിനേക്കാൾ ഉപരി കുരുത്തക്കേടുകൾ ചെയ്തിട്ടുണ്ട്. കാരണം സ്വന്തം കാരണവന്മാരുടെ അടുത്തുനിന്ന് മാറി നമ്മൾ താമസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മുറിവുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുങ്ങളും കുരുത്തം കെട്ട പിള്ളേരായിട്ട് അങ്ങനെ ഉണ്ടാകുകയല്ല. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എല്ലാ മക്കളും കാരണവന്മാരുടെ സ്നേഹം കിട്ടി, ലാളന കിട്ടി, അങ്ങനെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും. അപ്പം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല ഉണ്ടായി പോകുന്ന ഇതൊക്കെയാണ് അതൊക്കെ. അതെ തന്നെ. അപ്പം അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു എൻ്റെ കുരുത്തക്കേട് കൂടി ഞങ്ങളുടെ സങ്കടങ്ങൾ കൂടി ലാസ്റ്റ് നമ്മുടെ പേരൻസ് അവിടുന്ന് സ്ഥലമൊക്കെ വിറ്റ് നിസ്സാര വിലയ്ക്ക് കൊടുത്തിട്ട് ശേഷം വേറെ സ്ഥലത്തേക്കൊക്കെ പോന്നു. അങ്ങനെ അതൊരു എനിക്കൊക്കെ ഒരു 6 വയസ്സൊക്കെ ആയപ്പം തൊട്ടാണ് അവിടുന്ന് മാറുന്നത്. അതിന് ശേഷം പിന്നെ പേരൻസിൻ്റെ ഒപ്പം നിൽക്കുന്നു. അന്നേരം നമുക്ക് സ്ഥലമുണ്ട്. അന്നേരം നമ്മൾ ജീവിക്കുന്നതെല്ലാം ഈ പശു കറവയും അതുപോലെ തന്നെ കൃഷി കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പറഞ്ഞ് വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഒരു വൺ സൈഡ് 4 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ നടന്ന് പാല് കൊണ്ടൊക്കെ കൊടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുന്നതും ഒരു 10-12 കിലോമീറ്ററൊക്കെ അപ്പ് ആൻഡ് ഡൗൺ നടന്നിട്ടാണ്. അന്ന് ആ കാലഘട്ടത്തിലുള്ള എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം ജീവിതത്തിലാണെങ്കിൽ എന്നും അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇന്നും വരെയാണെങ്കിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്ന് വലിയ സംഭവമായിട്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് നല്ലൊരു ആരോഗ്യം തന്നിട്ടുണ്ട്, നല്ലൊരു തൊഴിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സക്സസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അർത്ഥം കൂടുതൽ പാൽക്കുപ്പി മോനായിട്ട് ജനിക്കാത്തതുകൊണ്ട് അതിന്റെ ഗുണം ജീവിതത്തിൽ എന്തോരം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പിള്ളേരുടെ ബാക്കിയും ഒരു പണി ചെയ്യാൻ ഒരു കാര്യത്തിന് അങ്ങനെ വെച്ചാലും മടിയില്ല കേട്ടോ. എല്ലാത്തിനും ഹൈ റേഞ്ചിലുള്ളവർക്ക് പൊതുവേ അത് ശരിയാ. ഹൈ റേഞ്ചിലുള്ളവര് എല്ലാവരും പറയാൻ പറ്റുമോ അറിയത്തില്ല. എന്നാലും നല്ല ഉത്സാഹം
ഉള്ളവരാ. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ വലിയ കോടീശ്വരനായിട്ടോ ഭയങ്കര ലൈഫിൽ ഭയങ്കര രീതിയിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് നല്ലൊരു ജോലി, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷൻ, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ, നല്ല മക്കൾ, നല്ല ഫാമിലി, ഇതൊക്കെയാണ് ഉൾപ്പെടുന്നത്. പിന്നെ നല്ല ആരോഗ്യം. നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് ഏറ്റവും അധികം വേണ്ടത് നമുക്ക് ആരോഗ്യമാണ്. ദൈവം നമുക്കിപ്പോൾ നിലവിൽ തന്നിട്ടുണ്ട്, എല്ലാ രീതിയിലും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പഠനം, ഞാൻ പഠിക്കാനൊക്കെ ഭയങ്കര വീക്കായിരുന്നു കേട്ടോ. പഠിക്കുന്ന കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ പാല് കൊണ്ട് കൊടുക്കലായി, വൈകിട്ട് തിരിച്ചു വരലായി, ഇങ്ങനെ പിന്നെ പശുവിൻ്റെ കാര്യങ്ങളായി, ഇതൊക്കെയല്ല. ഫ്രീഡം കിട്ടുന്നത് സ്കൂളിൽ പോകുമ്പോഴും പോകുന്ന വഴിക്കും പോകുന്നത് മാത്രം. ആ ഫ്രീഡം ശരിക്കും എൻജോയ് ചെയ്ത് പഠിക്കാൻ നിന്നില്ല ആണോ? അതെ തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പേര് പലരും ഇപ്പം എനിക്ക് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ അറിയാം, വേണ്ടപ്പെട്ട കൂട്ടുകാർക്ക് അറിയാം. എൻ്റെ പേര് പണ്ട് ചെറുപ്പത്തിൽ സോണി എന്നായിരുന്നു. 4ാം ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സിസ്റ്ററാണ് എൻ്റെ പേര് മാറ്റിയത്. എൻ്റെ പേര് സോണി എന്നുള്ളത് നിങ്ങൾക്ക് ചേരത്തില്ല. സോണി എന്നുള്ള പേരിലല്ല എടുക്കണേ, എന്നിട്ട് രാജകുമാരൻ പ്രിൻസ് എന്ന് വേണം, പ്രിൻസ്. അങ്ങനെ എൻ്റെ പേര് മാറ്റിയത് ഒരു സിസ്റ്ററാണ്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. പക്ഷേ ആ സിസ്റ്ററെ പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ വീട്ടിലുള്ള ആരും പേരിട്ടതല്ല. ഞങ്ങളുടെ വീട്ടിലുള്ള എൻ്റെ അനിയത്തിയുടെയും എനിക്ക് 2 പേരുണ്ട്. അതിൽ ഒരാളുടെ പേരിട്ടതും പിന്നെ എൻ്റെ പേരിട്ടതും ഒരു സിസ്റ്ററാണ്. പിന്നെ ബാക്കിയുള്ള പേര് ഓട്ടോമാറ്റിക് അതിൻ്റെ കൂട്ടത്തിലങ്ങ് വന്നതാണ് പിന്നീടായി കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾ 2 പേരും ജീവിതത്തിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്ട്രഗിളെല്ലാം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം നമുക്കത് അനുഗ്രഹമായിട്ട് മാറി. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അതായത് നമ്മുടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരേക്കാളും വെച്ച് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടായി. പിന്നെയാണെങ്കിൽ കുറേ നാൾ പഠനമൊക്കെ കഴിഞ്ഞ് അധികമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡിക്കൊക്കെ വേണ്ടി ഇരുന്ന സമയത്ത് ഞാനൊരു എറണാകുളത്ത് ഒരു കമ്പനിയിൽ ചെന്ന് ജോയിൻ ചെയ്തു. അവിടുന്ന് ജീവിതത്തിൽ അറിയിക്കാൻ പറ്റാത്ത നേട്ടങ്ങളാണ് അവിടുന്ന് ഉണ്ടായത്. അങ്ങനെ നല്ല സാലറി, അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു 10-22 വർഷം മുമ്പ് 35,000 തൊട്ട് 50,000 60,000 രൂപ ഒരു മാസം സാലറി കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലോ. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ എനിക്ക് 2 സിസ്റ്റേഴ്സാണ്, അവരുടെ കല്യാണം കഴിപ്പിച്ചു വിടാൻ പറ്റി. ഇതെല്ലാം ഇതൊരു അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അത് സാധിച്ചു. ഇതെല്ലാം എൻ്റെ ഒരു കഴിവല്ല, അത് ദൈവനിമിത്തം എന്നൊക്കെ പറയാം. പണ്ട് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലം എന്ന് പറയാം. അതുപോലൊപ്പം തന്നെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമുക്ക് അത്രയും സാലറി എല്ലാം കിട്ടി, ലൈഫ് അത്യാവശ്യം സെറ്റായി. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നാട്ടിൽ ചെയ്തു കൊടുത്തു. കുഞ്ഞാവേ എണീറ്റേ, പക്ഷെ വണ്ടി ഓടിച്ചോണ്ടിരുന്ന അവൻക്കറിയില്ല അല്ലേ? അതെ തന്നെ, അവന് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. സാധാരണ 2 അപ്പോയിൻമെൻറ്റുകളും ഒരുമിച്ച് വരുന്നതല്ല കേട്ടോ. പക്ഷേ ഇന്നൊരു അബദ്ധം പറ്റിയിട്ട് നമുക്ക് 2 ഡേറ്റും ഒരുമിച്ചായിപ്പോയി. അപ്പം അതിൽ ഇന്നൊരു ആദ്യമായിട്ടൊരു കാര്യം അറിയണത്, അതായത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പ്രഗ്നൻസിയിൽ നമ്മുടെ ഹൈറ്റ് ഒരു ലേശം കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെ. അങ്ങ് ഇരുന്ന് പോകുന്നല്ല, പിന്നെ അത് കഴിയുമ്പം നിവരും. പക്ഷേ ഇന്നാണ് ഞാൻ അറിയുന്നത്, എനിക്ക് കാലുവേദന തുടങ്ങി. അപ്പോൾ കാലുവേദന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ അങ്ങനെ പെയിൻ വരും, നമുക്ക് കാലിൻ്റെ പാദത്തിന് വേദന വരും. അപ്പം അതിനെക്കുറിച്ച് ഇന്ന് മിഡ് വൈഫിൻ്റെ അടുത്ത് ചർച്ച ചെയ്തപ്പം മിഡ് വൈഫ് പറഞ്ഞൊരു കാര്യമാണ്, അതായത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ ഉള്ള സ്ത്രീകളുടെ കാലെന്ന് പറഞ്ഞാൽ നമ്മുടെ പാദത്തിൻ്റെ അവിടെ ഒരു കർവ് ഉണ്ടല്ലോ, അത് അങ്ങനെയുള്ളവർ പ്രഗ്നൻ്റ് ആവണതനുസരിച്ച് അത് പയ്യെ ഫ്ലാറ്റ് ആകാൻ തുടങ്ങും. അങ്ങനെ ഫ്ലാറ്റ് ആകുമ്പം അതിൻ്റെ ഒരു പെയിൻ ഓൾറെഡി ഉണ്ടാവും. പക്ഷെ അത് പെയിൻ മാറും, പക്ഷെ ഫ്ലാറ്റ് ആയത് അങ്ങനെ തന്നെ ഇരിക്കും, അതിൽ മാറ്റം വരില്ല. അതുകൊണ്ടാണ് എന്താ പറയാൻ തന്നെ, അതായത് ചിക്കുവാണെങ്കിൽ മിഡ് വൈഫിനോട് ചോദിക്കുവാണേ, ഈ ഫ്ലാറ്റ് ആയത് മാറത്തില്ല നീ? അല്ല, അത് മാറത്തില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതാണ് എനിക്ക് സംശയമുണ്ടേ. പെയിൻ മാറും, താന്നു വരുന്നു, പിള്ളേരൊക്കെ പൊങ്ങി വരുന്നു. പിന്നെ പിള്ളേര് വലുതാവണനുസരിച്ച് അവർക്ക് പൊക്കം വെക്കില്ല, പിന്നെ അവരും പൊക്കം കുറഞ്ഞിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ലേ, ചിക്കു നല്ലതായിട്ട് താന്നു വരുന്നുണ്ട്. അതല്ല, ചെരുപ്പൊന്നും പഴയ ചെരുപ്പുകൾ പാകാവണമെന്നില്ല. ഡെലിവറിക്ക് മുന്നുള്ള ചെരുപ്പ് ഡെലിവറി കഴിയുമ്പോൾ ഇപ്പം ഈവൻ നമ്മൾ ബോഡി ഒത്തിരി വണ്ണം വെച്ചില്ലെങ്കിൽ പോലും കാല് കയറത്തില്ല. അപ്പം ഞാൻ പണ്ടിങ്ങനെ ഓർത്തിട്ടുണ്ട്, അതായത് സൈസ് ഇതിങ്ങനെ കാലിൻ്റെ, പക്ഷെ ഇന്നാണ് അതിൻ്റെ ഇൻഫർമേഷൻ. ഓരോ പ്രാവശ്യം ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷൂ പറ്റത്തില്ല, നമുക്ക് പുതിയ ഷൂ വേണമെന്ന്. അപ്പം ഞാൻ ചോദിക്കും, ഇന്നാണല്ലേ പുതിയ ഷൂസ് വാങ്ങിച്ചോട് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇന്നാട്ടോ എനിക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടിയത്. എന്ന് കരുതി ഭയങ്കര വ്യത്യാസം വരുമെന്നല്ല കേട്ടോ, പക്ഷെ അത് ഇച്ചിരി ഫ്ലാറ്റ് ആവും അങ്ങനെ. പിന്നെ അന്നേരം ഉണ്ടാകുന്ന പെയിൻ അത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പെയിനൊക്കെ മാറിക്കിട്ടും. ആദ്യമായിട്ടായിട്ട് ഒരു വെക്കേഷൻ കിട്ടിയിട്ട് നമ്മളെങ്ങും പോകാതെ വീടിനകത്ത് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെതർ ഭയങ്കര മോശം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നിറച്ച് സ്നോയും അതുപോലെ തന്നെ പ്രത്യേക ഒരു ഫീലായിരുന്നേ. എങ്കിലും നമുക്ക് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ബാക്ക് യാർഡിൽ സ്കേറ്റിംഗ് ഗ്രൗണ്ട് സെറ്റ് ആയി കിട്ടി ഇപ്രാവശ്യം. അതിന്റെ ജോലിക്കുട്ടി ഭയങ്കര സ്കേറ്റിംഗ് ആയിരുന്നു, അതിന്റെ ക്ലിപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അത് ഷോർട്സ് ആയിട്ടാണ് എടുത്തതെന്ന് തോന്നുന്നു. അല്ല, അത് ഇതിൽ ആഡ് ചെയ്യാലോ. അതായത് ഇപ്പോഴത്തെ വെതർ നോക്കിയേ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടുത്തെ വെതർ കാണുന്നുണ്ടോ? മുഴുവനും എല്ലാം സ്നോയൊക്കെ പോയി
റോഡെല്ലാം +3 അല്ലേ ചേ, +4 ആയി. +4 ഡിഗ്രിയാണ്. ഇതൊന്നും ഒട്ടും യൂഷ്വൽ അല്ലാത്ത കാര്യമാണ്. ഇപ്പോഴത്തെ വെതർ കണ്ടോ, മൊത്തം സ്നോ എല്ലാം മെൽറ്റായി. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നോ ആയിരുന്നു, -10 മുകളിലായിരുന്നു. ഇപ്പോൾ +4 or 5 ഒക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഈ ഒരു കൂന ഇതൊന്ന് മെൽറ്റ് ആണെങ്കിൽ കുറേ നാളെടുക്കും അല്ലേ? ഇത് നമ്മൾ എപ്പോഴും കൊണ്ടുവന്ന് മഞ്ഞ് കൊണ്ട് കൂട്ടിയിടുന്നത് കൊണ്ട് സ്ട്രോങ് ആയിട്ടാണ്. ഓൾമോസ്റ്റ് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ഒരു സിറ്റുവേഷൻ പോലെ ആയിട്ടുണ്ട്. സത്യ ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വെതർ വരുന്നത്. കഴിഞ്ഞ വർഷം പിള്ളേർ ഈസ്റ്ററിന് മറ്റേ ഇത് വിർപ്പ് ചെയ്യാൻ പോയ വീഡിയോ ഉണ്ടല്ലോ, മിഠായി കളക്ട് ചെയ്തുകൊണ്ടെന്ന് ഈസ്റ്ററിനെ വിഷ് ചെയ്തിട്ട്. ആ സമയത്തൊക്കെ ഏറെക്കുറെ ഇങ്ങനെയായിരുന്നു വെതർ. ഈ സമയം എന്നൊക്കെ പറയുന്നത് നല്ല കൊടും വിന്ററിന്റെ സമയമാണ്, ജനുവരി ഫെബ്രുവരി ഒക്കെ. അത്യാവശ്യം വീണ്ടും -4 or 5 ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു വിന്റർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല വിന്റർ അല്ലായിരുന്നു. അതായത് ഒരു മൈനസ് ഒരു എത്ര വരെ ചായ 15-നൊക്കെ മേളിലോട്ടൊക്കെ എപ്പോഴും തന്നെ നിൽക്കുന്നതല്ലായിരുന്നോ? അതുകൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ അതെ വീട്ടിലായി. സ്നോ ആയിക്കൊണ്ടായിരുന്നെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വിന്റർ കോട്ടേജിലൊക്കെ പോകാമായിരുന്നു. ചവിട്ടി പൊട്ടിച്ച് കുഞ്ഞുമാവോ സ്നോ ആയിക്കൊണ്ടായിരുന്നെങ്കിൽ വിന്റർ കോട്ടേജിലൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് പോകണം എന്നൊക്കെ ഓർത്തോണ്ടിരുന്നതാണ്. ലാപ്ലാൻഡ് ഒന്നും കൂടെ പോകാന്നൊക്കെ ഓർത്തോണ്ടിരുന്നതാണ്. ലാപ്ലാൻഡ് 6-7 പ്രാവശ്യം പോയി. പക്ഷെ ലാപ്ലാൻഡ് എന്നൊരു വികാരം. അതുകൊണ്ട് ഈ തവണ പോയാലും കാശ് ലാഭം. അതെ, നാട്ടിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുക. അതെ, സേവിങ്സ്. എന്താണ് അവിടെ പരിപാടി? കാണുന്നില്ല. നല്ല കട്ടയ്ക്ക് ഇവിടെ ഐസ് കിടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം എല്ലാം മെൽറ്റായി. സമ്മർ ആവാൻ സ്പ്രിങ് ആകാൻ പോകുന്ന പോലെ ഉണ്ട്. ഇവിടെയൊക്കെ നിറഞ്ഞ ഐസ് കിടന്നതാണേ. നോക്ക്, അടിപൊളി. വേദന എടുത്തോന്നോ? കരഞ്ഞോന്നോ ചോദിച്ചേ? അവന് ഇഞ്ചക്ഷൻ അല്ലായിരുന്നു, ഇന്ന് വാക്സിൻ കുടിക്കാൻ കൊടുക്കണം. നല്ല സ്വീറ്റ് ആയിട്ടുള്ളായിരുന്നു. ഉണങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പഴേ കുറെ കൂടെ അപ്പിടുമെന്ന് പറഞ്ഞേ. ആ വാക്സിൻ എടുത്തിന്റെ റിയാക്ഷൻ. കൊച്ചുമായിട്ട് വന്നു, അവര് തന്നെ ബിൽസുള്ളിൽ നിന്ന് എടുത്തു. നമുക്കൊന്നിനും സമയമില്ല. പണ്ടൊക്കെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മള് തന്നെയായിരുന്നു എല്ലാം. 3 പേരും കൂടെ ജാക്കറ്റ് ഊരുന്നു. വെക്കേഷൻ ആയി കഴിഞ്ഞാല് എസക്കോട്ടിന് ഉറങ്ങുന്ന ടൈം കുറവല്ലേ ചിക്കു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് ഒരാഴ്ചയായിട്ട് വെക്കേഷൻ ആണല്ലോ. പകലോർക്കും കുറവാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, പോയി എടുത്തുകൊണ്ടുവരും. അവനൊരു പരാതി ഇല്ലെന്നുള്ളതാണ്. സാറിന് പിള്ളേർ കരയല്ലേ, ഇത് അവനൊരു കരച്ചില്ല. അവൻ എൻജോയ് ചെയ്തോണ്ടിരിപ്പുണ്ട്. കൊച്ചിനെ കൊണ്ടുപോകുന്ന നോക്കിയേ. ആക്ച്വലി നമ്മളൊന്ന് പറയുമായിരുന്നേ, മാളുവും ചക്കിയും ജോണിക്കുട്ടിയും അവർ തമ്മിൽ 1.5 വയസ്സിന്റെ അങ്ങനത്തെ ആ ഒരു ഗ്യാപ്പുകളേ ഉള്ളല്ലോ. അടുപ്പിച്ചടുപ്പിച്ചായിരുന്നല്ലോ അവര് 3 പേര്. അത് കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ എസക്കുട്ടൻ വന്നേ. ഇവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് 3 പേർക്ക് ഒരു കുഞ്ഞു ഡോളിനെ കിട്ടിയ അവസ്ഥയാണ്. അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ കടകളിൽ അല്ല എല്ലായിടത്തും ഉള്ളതാണല്ലോ, ബേബിക്ക് ഫീഡ് ചെയ്യുക, ബേബിക്ക് ഡയപ്പർ ഇടുക, ബേബിക്ക് ഉടുപ്പിടിക്കുക, അതിനെല്ലാം നല്ല രസമായിട്ടുള്ള മനുഷ്യ കുഞ്ഞിനെ പോലത്തെ ഒരു ഡോളൊക്കെ ഉണ്ടല്ലോ. അതിന് ജീവനില്ല. ഇവിടെ ജീവനുള്ള ഡോളിനെ കിട്ടിയ പോലെയാണ് അവസ്ഥ. പക്ഷെ എന്തായാലും നമ്മുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ട് കേട്ടോ. കണ്ടടച്ച് അങ്ങനെ ചെയ്തു വിട്ടിട്ടൊന്നുമില്ല, എന്നാലും നല്ല രസമുണ്ടല്ലേ. ജോണിക്കുട്ടിക്ക് എപ്പോഴും ജോണിക്കുട്ടി എടുത്ത് ചക്കിക്ക് എടുക്കണം, ചക്കി എടുത്ത് പിടിച്ചുപറിയാണ്. പക്ഷെ ജോൺകുട്ടിയുടെ വഴക്ക് ചില നേരത്ത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ ശരിക്കും വഴക്ക് കൂടിക്കൊണ്ടിരിക്കും. എനിക്ക് തന്നില്ല, അതായത് അവകാശം, അവന്റെ അവകാശം എന്തോ നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയിലൊക്കെ പുള്ളി ചോദിച്ചോണ്ട് വരുന്നതൊക്കെ. ഏറ്റവും ഇളയ പിള്ളേരാവുന്നത് ഒരു കണക്ക് പറഞ്ഞ ഒരു ഭാഗ്യം അല്ലേ? ആണോ? അറിയില്ല, ഞാനായിട്ടില്ല. ഞാൻ വീട്ടിൽ മൂത്തായിരുന്നതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പണ്ടോട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അനുഭവിച്ച കുറേയധികം ടെൻഷനുകളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ജെയിൻ പറഞ്ഞും കേട്ടിട്ടുണ്ട്. ശരിക്കും ആഗ്രഹിച്ച ഒരു സംഭവമാണ്. എനിക്ക് പണ്ടോട്ടേ ഉള്ളതാണ്. ഞാൻ എൻ്റെ 2 പെങ്ങന്മാരുണ്ടായിരുന്നു, അവരെ കല്യാണം കഴിച്ചു വിട്ടതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മോറൽ ഹെൽപ്പും അതുപോലെ തന്നെ സാമ്പത്തികമായ ഹെൽപ്പും അതുപോലെ നമുക്ക് ഇമോഷണലി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ എനിക്ക് തോന്നുന്ന ഒരു ബ്രദർ ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ ഇതാണ്. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ആൺപിള്ളേര്, ഒറ്റയായിട്ടുള്ള ആണുങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അവര് നാട്ടിലേക്കാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും ഒരു നല്ല ബ്രദർ ആണെങ്കിൽ പറ്റത്തുള്ളൂ. നല്ല ഊടായ്പ തല്ലിപ്പൊളി ഓർണാണ് 8ന്റെ പണികൾ വെച്ച് തരണാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അപ്പൊ പിന്നെ കിട്ടിയ ഉള്ളതിൽ സന്തോഷിക്കുക. ഇന്നലെ ചിക്കൻ ഉണ്ടാക്കി അച്ചപ്പമാണ്. പക്ഷെ അച്ചപ്പം നല്ല സെറ്റപ്പ് ആയിട്ടോ അല്ലേ? ഉണ്ടാക്കുന്ന എടുക്കാൻ പറ്റിയില്ല. കൃഷി ചെയ്യട്ടെ.
നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. കറുകറുമായിട്ടുണ്ട്. കഴിച്ചേണ്ട എന്ത് സാധനം നേരെ ചായയിലോട്ട് മുക്കുന്ന ജോണിക്കുട്ടിക്ക് അച്ചപ്പം കറുമുറയായിട്ട് തിന്നാൻ പോരാ, ചായയെ മുക്കി ബ്രെഡ് പോലെ തിന്നണം അല്ലേ? അച്ചപ്പം മുക്കി തിന്നുന്നല്ല, അച്ചപ്പം അല്ലാണ്ട് ക്രിസ്പി ആയിട്ട് കടിച്ചു തിന്നുന്ന. ചക്കി എങ്ങനെയുണ്ട്? നല്ലതാണോ? ആരുണ്ടാക്കിയതാ? പപ്പ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ വലിയ കൊച്ചിന് പാല് എടുക്കുന്ന നേരത്തെ ഇച്ചാനൊന്ന് ഏൽപ്പിച്ചിട്ട് ഇച്ചിരി നേരത്തേക്ക്. അയ്യോ, പിന്നെ അത് അച്ചപ്പത്തിന്റെ അച്ഛനിൽ നിന്ന് ജീവിച്ചെടുക്കാൻ വേണ്ടിട്ട് 2-3 പേര് വെട്ടി വരായിരുന്നു. മോള് നല്ലതാണോ? ഇച്ചാൻ അറിയത്തില്ലായിരുന്നു മറ്റേ അച്ചപ്പം എണ്ണയിൽ തന്നെ മുങ്ങി കിടക്കണം എന്നുള്ളത് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഒരുപാടായി പോയി. പക്ഷെ കുഴപ്പമില്ല, മാനേജ് ചെയ്തു. ചിപ്സ് നാട്ടിൽ നിന്ന് ഒരു പാഴ്സൽ അയച്ചായിരുന്നു. കാപ്പിയുടെ കഴിഞ്ഞൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വിചാരിച്ചു തന്നെ ചുമ്മാ ഒരു നൈറ്റ് ഡ്രൈവ് ഔട്ട് അല്ലെ, ഒന്ന് ചുമ്മാ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യം വെക്കേഷൻ തുടങ്ങിയിട്ട് വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എല്ലാവരും താമസിച്ച് കിടക്കുന്നു, നമ്മൾ താമസിച്ച് എഴുന്നേൽക്കുന്നു. റെസ്റ്റാണ്, കംപ്ലീറ്റ് റെസ്റ്റ്. അങ്ങനെ പറഞ്ഞേ വളെന്നെ പറഞ്ഞേ റെയിൽവേ സ്റ്റേഷൻ കണ്ട് പറയാം ഏറ്റവും ബെസ്റ്റ് മെമ്മറി ആയിരുന്നു. ദുബായി പോയി ഓർമ്മ, പിള്ളേര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് പോയിരിക്കണം, അതാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ നൈറ്റ് അവിടെ നോക്കാൻ പറഞ്ഞ നല്ല പൊളി വൈബല്ലേ, ഇവിടെ അത്ര വൈബൊന്നുമില്ല, ഉള്ള വൈബൊക്കെ വെച്ചങ്ങ് ആസ്വദിക്കുക. അതെ, കാർ സീറ്റില് ഒരു നമ്മളിങ്ങനെ എളുപ്പത്തിന് കാർ സീറ്റിൽ ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കില്ല. പക്ഷെ ഇത് ഇത്ര മണിക്കൂർ കൂടുതൽ കാർ സീറ്റിൽ അങ്ങനെ വെക്കാൻ പാടില്ല. കുഞ്ഞു പിള്ളേരെ നമ്മൾ എടുത്ത് ഇപ്പം എവിടെയാണോ അവിടെ എടുത്ത് മാറ്റണം എന്നുള്ളതാണ്. ചീറ്റ് മീൽ എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. മെയിൻ ഫുഡ് ഇതാകുന്നില്ലല്ലോ അല്ലേ? എല്ലാവിധ താങ്ക്സും പറയേണ്ട ടീമായി കിടക്കുന്നത്. അനങ്ങാണ്ട് കിടക്കണ്ട കേട്ടോ ജോൺകുട്ടിനെ അവൻ നോക്കുന്നത്. ഒന്നുമില്ല. നമ്മള് വീട്ടിലേക്ക് വന്നിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഔറോറ ലൈറ്റ്സ് എന്റെ പൊന്നെ ഒരു രക്ഷയിലാട്ടെ. ഓരോ വട്ടം അത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണെന്നുള്ളതാണ്. വീഡിയോക്ക് അത് അത്രമാത്രം കാണാൻ പറ്റുന്ന അറിയത്തില്ല, അതെ കൂടിക്കൊണ്ടിരിക്കുവാണേ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എടുത്താലായിരിക്കും കാണാൻ പറ്റും. ഇപ്പോൾ ഓക്കെ, നല്ല അടിപൊളിയായിട്ടാണ് ഔറോറ ലൈറ്റ്സ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള സംഭവമാണ്. ഓക്കെ, ഇന്ന് നല്ല അടിപൊളിയായിട്ട്. ഭയങ്കര രസമുണ്ട്. പക്ഷെ വീഡിയോക്ക് അത് അത്രയും നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ? നേരിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഓ അടിപൊളി അടിപൊളി. നോക്കിയേ ആളു, നോക്കിയതേ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. നോക്കിയേ ആ സൈഡിലേക്ക് നോക്കിയേ ഫുള്ള്. അത് അങ്ങേ സൈഡിലേക്ക് ശരിക്കും ഉണ്ട് തോന്നുട്ടോ. ഇപ്പൊ ഇച്ചിരി അങ്ങേ സൈഡിലേക്ക് മാറി. ഇന്ന് കുറേ നേരമായിട്ടുണ്ട്, ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നോക്കിയാ സൈഡിലൊക്കെ ഉണ്ട്. മൊത്തം ഒന്ന് ബട്ടൺ ചുറ്റി നിൽക്കുവാണ്. നോക്കിയേ അടിപൊളി. പക്ഷെ കുറച്ച് മുമ്പ് കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് ഈ അടുത്തിടയ്ക്ക് കണ്ടത് ചിക്കു ഈ സമയത്താണ്. അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 8 മാസമായിപ്പോഴാണ് അല്ലേ? ദുബായിക്ക് പോകുന്നതിന് മുമ്പായിരുന്നു കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടെ ലേറ്റ് നൈറ്റില്ല. നമ്മളപ്പോൾ ഉറക്കോളം ചിരിക്കാറില്ല. ഈ പ്രാവശ്യം നമ്മൾ ജസ്റ്റ് വന്നിറങ്ങി വണ്ടിയിൽ ഇറങ്ങി നോക്കിയപ്പോഴും നല്ല അന്ന് കണ്ടതിനേക്കാളും നല്ല ഇന്റൻസിറ്റി അല്ല, ഭയങ്കര രസമായിരുന്നു. കളേഴ്സ് ഭയങ്കര ഡാൻസിങ് ആയിട്ട് അങ്ങനെ അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എസക്കോട്ടിന്റെ ഫസ്റ്റ് നോർത്തേൺ ലൈറ്റ്സ് ആയിരുന്നു, ഔറോറ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ക്ഷീണം, ജോണിക്കുട്ടി ഫുഡൊക്കെ കഴിച്ച് നല്ല ക്ഷീണമാണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അല്ലേ, നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട്. താങ്ക് യു.